നമ്മളൊരു പുതിയൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം വീഡിയോ അൺബോക്സിങ് ഞാൻ കുറച്ച് നാളായി ഒരു അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ട്. നമ്മൾ അതിനുശേഷം ഫുള്ള് ഒരു ട്രാവലിംഗ് വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. അതിനുശേഷം പിന്നെ അതിനുശേഷം ചോക്ലേറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഈ വീഡിയോ ഒറ്റയ്ക്കാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അതിൻ്റേതായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണും. പിന്നെ ക്യാമറമാൻ ഇല്ല, അതുകൊണ്ടിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതെ, നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല, നമ്മളെ ബോട്ടായിരിക്കും, എല്ലാവർക്കും അറിയാം. ബോക്സ് കാണുമ്പോൾ തന്നെ ഇതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ ഒരു ഫ്രണ്ട് അഖിൽ ബ്രോ ആണ് എനിക്ക് തന്നത് ഇത് അൺബോക്സ് ചെയ്ത് റിവ്യൂ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അഖിൽ ബ്രോയ്ക്ക് ഞാൻ താങ്ക്സ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ പ്രോഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. പിന്നെ പാക്കിങ് കൊള്ളാം അത്യാവശ്യം. ഇതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ചോദിച്ചപ്പം സ്പീക്കർ എന്നാണ് പറഞ്ഞത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് അൺബോക്സ് ചെയ്യാൻ നോക്കാം, എങ്ങനെയുള്ള ഏതാണ് ഐറ്റം എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ക്വിക്ക് അൺബോക്സിങ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് തുറക്കാനായിട്ട് ഒരു കത്തി വേണം. നമ്മൾ പുതിയ കത്തി കൊണ്ടുവന്നിട്ടുണ്ട്. സംഭവം അടിപൊളി നൈസാണ്. ഇച്ചിരി കൂടിയാണ്, മറ്റേതൊക്കെ നമ്മൾ മാറ്റി ഇപ്പം ഈ ഒരു കത്തിയാണ് നമ്മൾ എടുക്കുന്നത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇതായിരിക്കും നമ്മൾ ബോട്ടിൻ്റെ ഇത് സ്പീക്കർ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് വേറൊന്നുമില്ല. അതിന് ഇൻവോയ്സ് ആയിട്ട് മാത്രമാണ്, വേറൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് അത് അങ്ങോട്ടൊന്ന് വെച്ച് മാറ്റി അങ്ങനെ നമ്മൾ ഏകദേശം ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്കും റെഡും കളർ ചേർന്ന ഒരു ബോക്സാണ്. ഇവിടെ നമ്മൾ ആക്കിയിട്ട് നമ്മൾ ആ പ്രോഡക്റ്റിൻ്റെ നെയിം കൂടെ കൊടുത്തിട്ടുണ്ട്. ബോട്ട് സ്റ്റോൺ 350 Pro എന്നുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അത് കണക്ക് നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറാണ്. പിന്നെ അതിനകത്തൊരു 14 വാട്ടിൻ്റെ ഒരു ബോട്ടിൻ്റെ സിഗ്നേച്ചർ സൗണ്ടും ഒരു ഡൈനാമിക് RGB LED ലൈറ്റും അതിനകത്ത് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബോട്ടിൻ്റെ കുറച്ച് സ്പെക്കുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഓടിച്ച് ജസ്റ്റ് ഇതിൻ്റെ സ്പെക്ക് നോക്കാം. ബ്ലൂടൂത്ത് വെർഷനാണ് 5.3. പിന്നെ ഒരു പ്ലേ ബാക്കാണ് 12 hours. പിന്നെ Type-C ചാർജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മാനുഫാക്ചറിങ് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കണമെങ്കിൽ കത്തിയുടെ ഒരു ആവശ്യമുണ്ട്. അതായത് ഇവിടെ ചെറിയ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റിക്കർ ഒന്ന് പൊട്ടിക്കണം. നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോഴത്തേക്ക് അതായത് ഒരു സ്പോഞ്ച് ഇവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് പുറത്തേക്ക് എന്ന് വെച്ചാൽ കുലുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു സ്പോഞ്ച് ഇവിടെ ഉണ്ട്. നമുക്ക് ആ സ്പോഞ്ച് മാറ്റാം. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ബോട്ടിൻ്റെ വലിയ സ്പീക്കർ ഇതിനകത്തിരിക്കുന്നത്. നമുക്ക് ആ സ്പീക്കറിനകത്ത് എടുത്തിട്ട് ജസ്റ്റ് നമുക്കതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തുള്ളത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. നമ്മൾ ആ ജസ്റ്റ് സാധനങ്ങൾ എല്ലാം ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ 1 year വാറണ്ടി കാർഡാണ്. പിന്നെ അതിനകത്ത് QR കോഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോട്ടിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇമെയിൽ ID-യും സപ്പോർട്ട് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറും കോൾ ചെയ്യാനുള്ളതും പിന്നെ ഇൻസ്റ്റ, ബോട്ട്, ട്വിറ്റർ എന്നീ പറയുന്ന എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റിക്കർ സാധനം നമ്മൾ ഈ കഴിഞ്ഞ നമ്മളപ്പം ബോട്ടിൻ്റെ ഒരു വാച്ചല്ല ഒരു ഹെഡ്ഫോൺ, മറ്റേ ഇയർബഡ്. അപ്പം അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ചിലതിനകത്ത് നല്ല സ്റ്റിക്കർ കാണും, ഒരുപാട് സ്റ്റിക്കർ കാണും. അത് ഇപ്പം ഇതിനകത്ത് നമുക്ക് ഒരു സ്റ്റിക്കർ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു വലിയൊരു ബുക്ക് എന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ പേരും നാളും നക്ഷത്രവും ഒരുപാട് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു മാനുവൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയുണ്ട് മാനുവൽ. നമുക്കതും ജസ്റ്റ് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിനകത്തുള്ളത് അതായത് ഒരു Type-C ചാർജിങ് കേബിളും പിന്നെ നമ്മളെ AUX കേബിളും, അതായത് നമ്മളെ ഈ ഫോണും മറ്റേ ഈ ഇപ്പം എൻ്റെ കയ്യിലൊക്കെ ഇരിക്കുന്നത് മറ്റേ Type-C ഉള്ളതുകൊണ്ട് നമുക്ക് ഓഡി ജാക്ക് എത്താൻ പറ്റത്തില്ല. അപ്പം ഓഡി ജാക്കിൻ്റെ ഒരു കേബിളും ഇപ്പം വേറെ ഫോണൊക്കെ ഉണ്ടെങ്കിൽ ഓഡി ജാക്കിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കതും ഈ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ ഇതിനകത്ത് നമ്മൾ ഈ സിം ഡിറ്റക്ടർ ഉണ്ടല്ലോ, അതും ഇതിനകത്തുണ്ട്. പിന്നെ കാണിച്ചു തരാം. അതെ, ഇതിനകത്ത് ഏകദേശം ഇത് ഞാൻ പറഞ്ഞ കണക്ക് AUX കേബിളും നമ്മളെ Type-C ചാർജിങ്ങും പിന്നെ ഉള്ളത്
ഞാൻ പറഞ്ഞ ഇത് എന്തിനാണെന്ന് നമുക്ക് നോക്കാം. ഇത് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല, നമുക്ക് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിനകത്ത് ഇത് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഇനി നമുക്ക് മെയിനായിട്ടും ആയിട്ടുള്ള നമ്മളെ സ്പീക്കറിനായിരിക്കുന്നുണ്ട് ഒരു ബ്ലാക്ക് കളർ. ഇനി നമുക്ക് എൻ്റെ സൗണ്ട് ക്വാളിറ്റി, എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന്, ഹെവി ആണോ നല്ല സൗണ്ടാണോ എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടുള്ള ഒരു കവറും ഇത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കയ്യിൽ ഇച്ചിരി വെയിറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്കിപ്പം കൊണ്ടുപോകാനുള്ള ചെറുതൊക്കെ ആണെങ്കിൽ മറ്റു കുഴപ്പമില്ല. ഇച്ചിരി ചെറിയ സൈസാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഇച്ചിരി വലിയ സൈസ്, ചെറിയ വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഒരു ബൾക്കി ഫീലാണ്, അത്യാവശ്യം നല്ല വലിപ്പം, കൈകാട്ടി വലിപ്പമുണ്ട്, പക്ഷേ നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ തൂക്കിക്കൊണ്ട് പോകണമെങ്കിലും അത്യാവശ്യം ചെറിയ വെയിറ്റ് ഫീൽ ചെയ്യും, നമുക്ക് ചെറിയ വെയിറ്റ് ഫീൽ ചെയ്യും. മറ്റേ ചെറിയൊരു സ്പീക്കറുകളാണ് ഞാൻ, പക്ഷെ അത്രയാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഇവിടെ ഒരു ബോട്ടിൻ്റെ ലോഗോ എടുത്തിട്ടുണ്ട്. പിന്നെ ബോട്ടിൻ്റെ എംബ്ലവും, പിന്നെ ഇവിടെ ഒരു 1/2025 അന്ന് ഡേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മോഡൽ നമ്പരും എല്ലാം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ആ ഫോട്ടോ കണ്ടാണെങ്കിൽ ഇത് ലൈറ്റിനുള്ള ഓപ്ഷനാണ്. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഓണാക്കി നോക്കാം. പിന്നെ ഇവിടെ ഓണാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് മറ്റേ നമ്മൾ സ്റ്റോപ്പ് ചെയ്യത്തില്ലേ, പിന്നെ പ്ലസ് മൈനസ് ഈ എം നമുക്ക് എന്തിനാണെന്ന് നോക്കാം. ഇത് അറിയത്തില്ല എന്തിനാണെന്ന്. പിന്നെ ഇത് നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു ടൈപ്പ് സി നമുക്ക് ചാർജ് ചെയ്യുന്നൊരു പോർട്ടുണ്ട്. പിന്നെ AUXൻ്റെത്, പിന്നെ മറ്റേ LED എന്താണെന്ന് നോക്കാം നമുക്ക്. പിന്നെ അടുത്തത് റീസെറ്റിൻ്റെ ഓപ്ഷനുണ്ട്. പിന്നെ ഒരു മെമ്മറി കാർഡ് എന്നുള്ള ഓപ്ഷനും ഉണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഓണാക്കി നോക്കാം. ഓണാക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് ലൈറ്റ് കത്തിട്ടുണ്ടാകുന്നത്. ഇതിപ്പം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം, സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. അത് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് EM എന്തിനാണെന്ന് ജസ്റ്റ് നോക്കാം. എം എന്ന് പറയുന്ന ഈ ലൈറ്റ് നമുക്ക് വേണ്ടെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് എം. ബാക്കി പിന്നെ പ്ലസ് മൈനസ് അതൊക്കെ അറിയാം. ഇതിവിടെ തുറക്കാനായിട്ടുള്ള ഓപ്ഷൻ അത് ആദ്യം വെച്ച് സ്വിച്ച് ആണെന്നാണ്, പക്ഷേ ഇത് തുറക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് മറ്റേ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർട്ടുകളാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ആ ലൈറ്റ് ഓണാക്കാം. ലൈറ്റ് ഓണാക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നീക്കി പിടിച്ചാൽ മതി, നമുക്ക് ലൈറ്റ് ഒന്ന് ഓണാക്കാം. അപ്പോൾ ഈ വന്ന സ്പോഞ്ച് മണ്ടയിലാണ് ഞാൻ ഇതിപ്പം ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുന്നത്, സേഫ്റ്റി വേണ്ടിയിട്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കും. എൻ്റെ ഐപാഡിനകത്താണ് ഇത് പെയർ ചെയ്യുന്നത്. പിന്നെ ഇപ്പം നമ്മളെ പേര് വന്നിട്ടുണ്ട്, ബോട്ട് സ്റ്റോൺ 650 കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം സൗണ്ട് എങ്ങനെ ഉണ്ട് എന്ന്. നമുക്ക് വേറെ ഒന്നും ട്രൈ. സൗണ്ട് ക്വാളിറ്റി ഒന്നും പറയും ഈ സാധനത്തിനാണ് ഇത്രയും വലിയ സൗണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ബർത്ത്ഡേ ഫങ്ഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് തന്നെ ധാരാളം. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സൗണ്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഇവിടെ ബോട്ട് ഇരിപ്പുണ്ട്, ഏകദേശം ഒരു 5 വർഷം ഇങ്ങനെ ആയിട്ടുണ്ട്. അതിപ്പോഴും അത് ബോട്ട് 6 പൈസ, അതായത് 650. ഈ ബോട്ട് സ്റ്റോൺ 650. അത് ഇപ്പോഴും ഒരു കംപ്ലൈൻ്റ് ഇല്ലാതെ ഇരിപ്പുണ്ട്.
അപ്പം അത്യാവശ്യം കൊള്ളാം, സംഭവം കൊള്ളാം. വിഷയം വെച്ചാൽ നല്ല ബൾക്കിയാണെന്നേ ഉള്ളൂ, സംഭവം നൈസാണ്. കൊണ്ടുപോകാൻ വലിയ ചെറിയ ബുദ്ധിമുട്ട് കാണുമായിരിക്കും. അത്യാവശ്യം നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഈ ബൾക്കി ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട്, അല്ലാതെ വേറെ പ്രശ്നമൊന്നും, സൗണ്ട് ക്വാളിറ്റി ഒന്നും ഒരു രക്ഷയിലോ ഒന്നും പറയുന്നത്. പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ബ്ലാക്ക് കളർ, ഇതിന് ഏകദേശം 3 കളറുണ്ട്. ഒരു ബ്ലൂവും വേറെ ഏതായാലും കളറുണ്ട്. പിന്നെ ഇതിന് ആരെങ്കിലും താല്പര്യം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. അപ്പം ഇത്രേ ഉള്ളൂ. നമുക്ക് വീഡിയോസ് ഇനി മാക്സിമം ഞാൻ നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരാൻ ശ്രമിക്കും. ഓക്കെ, ബൈ.